Hello, Assalamu alaikum. Once again, welcome back to Hasna's Henna Hut. അറേബ്യൻ ഡെസേർട്ടായ കുനാഫയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വളരെ കുറഞ്ഞ ചേരുവകളുണ്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു ഡെസേർട്ടാണിത്. കുനാഫ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലോട്ടേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കുനാഫ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുനാഫയുടെ ഡോ ഇതുപോലെ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ലൂസായിട്ടും വാങ്ങിക്കാൻ കിട്ടും, പാക്കറ്റായിട്ട് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. സേമിയ വെച്ചിട്ടും കുനാഫ ചെയ്തെടുക്കാറുണ്ട്. പക്ഷേ നമുക്ക് എക്സാക്റ്റ് ആ ഒരു റെസിപ്പി കിട്ടണമെങ്കിൽ ഇതുപോലെ ഡോ നമുക്ക് വാങ്ങിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 250 ഗ്രാം കുനാഫയുടെ ഡോ ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ കട്ട പോലുള്ള ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരു 2-3 പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോഴേക്കും ഇതുപോലെ കുറച്ച് പൊടിയായിട്ട് നമുക്ക് കിട്ടും. നന്ന പൊടിക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഡോ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 100 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്തിട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ ബട്ടർ മുഴുവനായിട്ട് നമ്മൾ കുനാഫ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ബട്ടറിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ ബേക്ക് ചെയ്യാൻ എടുക്കുന്ന ഈ ഒരു ട്രേയിലേക്കൊന്ന് തടവി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ശേഷം നമുക്കത് മാറ്റി വെക്കാം. ഇനി നമ്മൾ എടുത്തിട്ടുള്ള കംപ്ലീറ്റ് ബട്ടർ ഈ ഒരു കുനാഫയുടെ ഡോയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കൈവച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ബട്ടർ തടവിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായ ബേക്കിംഗ് മൗൾഡിലേക്ക് കുനാഫയുടെ ഡോയിൽ നിന്ന് പകുതി എടുത്തിട്ട് താഴത്തെ പോർഷനിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. സൈഡിൽ കുറച്ച് കയറ്റി വെച്ചിട്ട് വേണം ഇതുപോലെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ കൈവച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് മൊസറല്ല ചീസാണ്. 200 ഗ്രാം മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആ 200 ഗ്രാം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ കുനാഫയുടെ ഡോൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ഇനി ബാക്കി വരുന്ന ഡോവും കൂടി ഈ മൊസറല്ല ചീസിൻ്റെ മേലെയായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിവിടെ ഒരു സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഞാനിവിടെ പാന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ ബേക്കിംഗ് മൗൾഡ് ഇറക്കി വെക്കാം. 25-30 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. കൂടിയാൽ 30 മിനിറ്റ് മാത്രമേ ഇത് ബേക്ക് ചെയ്യാൻ എടുക്കുള്ളൂ. 30 മിനിറ്റിന് ശേഷം നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. കൂളായതിനു ശേഷം മാത്രമേ മൗളിൽ നിന്ന് എടുത്ത് മാറ്റാൻ പാടുള്ളൂ. അതിനുശേഷം ഞാനിവിടെ ഒരു പാനിലേക്ക് അല്പം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്കായിട്ട് കുനാഫ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ട ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് ഷുഗറും അതിലേക്ക് 1/4 കപ്പ് വെള്ളവും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഷുഗർ നന്നായിട്ട് അലിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഡ്രോപ്പ് റോസ് വാട്ടറും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേണമെന്നില്ല, ഓപ്ഷണലാണ്. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ സിറപ്പ് ചൂടോട് കൂടി തന്നെ നമ്മുടെ കുനാഫയുടെ മേലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കണം. ചൂടോട് കൂടി കഴിക്കാനാണ് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളത്.
ബാക്കി ഷുഗർ സിറപ്പ് നമുക്ക് ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് മേലെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതിന് മേലെയായിട്ട് പിസ്താഷ്യോ വെച്ചിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നല്ല ചീസി ആൻഡ് ക്രീമി കുനാഫ ഇവിടെ റെഡിയാണ്. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഇതിന് മേലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.